ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി ഫിസിക്സിലെ 4th ചാപ്റ്ററായ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ടായിരിക്കും. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക് ചാർജസ് ആണ്. ചാപ്റ്ററിൻ്റെ പേരിൽ അവസാനം പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിസം എന്നാണ്. അപ്പോൾ ഒന്ന് ഇലക്ട്രിക് ആണ്, രണ്ടാമത്തേത് മാഗ്നറ്റിക് ആണ്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും സെപ്പറേറ്റായി അറിയാമായിരുന്നു. എന്നാൽ കൃത്യം 200 വർഷങ്ങൾക്ക് മുമ്പ് 1820 ഹാൻസ് ക്രിസ്റ്റൻ ഈസ്റ്റഡ് എന്ന സയൻറ്റിസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഹി സജസ്റ്റഡ് ദാറ്റ് ദർ ഈസ് ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് വെച്ച് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹാൻസ് ക്രിസ്റ്റൻ ഈസ്റ്റഡ് ഉപയോഗിച്ച എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത്. ഇതിൽ വി എന്നത് ഒരു ബാറ്ററിയാണ്. ആ ബാറ്ററിയുമായി കണക്ട് ചെയ്ത ഒരു കണ്ടക്റ്റിംഗ് വയറുണ്ട്. ഫിഗറിൽ നിങ്ങൾക്കത് AB എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതായി കാണാം. ആ കണ്ടക്റ്റിംഗ് വയർ പിന്നെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് കമ്മ്യൂട്ടേറ്റർ എന്ന ഒരു ഡിവൈസിലേക്കാണ്. K എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കമ്മ്യൂട്ടേറ്ററാണ്. ഈ കമ്മ്യൂട്ടേറ്റർ നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല. കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫങ്ഷൻ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാനും ഒരു കീ പോലെ ഉപയോഗിക്കാനും നമുക്ക് കഴിയും. RH എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫെമിലിയറായ ഒരു ഡിവൈസാണ്. അത് റിയോസ്റ്റാറ്റാണ്. ആ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂവിനെ നമുക്ക് വേരി ചെയ്യിക്കാം. ആ കണ്ടക്റ്റിംഗ് വയറിന് തൊട്ട് താഴെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിവൈസ് നോക്കി, ഞാനത് ഫിഗറിൽ C എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു മാഗ്നറ്റിക് നീഡിലാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നതാണ് ഈ മാഗ്നറ്റിക് നീഡിൽ. ഈ മാഗ്നറ്റിക് നീഡിൽ എന്നത് ഒരു തിൻ മാഗ്നറ്റാണ്. മറ്റൊരു മാഗ്നറ്റിൻ്റെ പ്രസൻസിൽ ഈ നീഡിലിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. ഇനി നമുക്ക് ഈസ്റ്റഡ് ചെയ്ത എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. ഈ കീ ഓൺ ആക്കിക്കൊണ്ട് AB എന്ന കണ്ടക്റ്റിംഗ് വയറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യിച്ചു. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ ഇവർ കണ്ടു അതിന് തൊട്ട് താഴെ പ്ലേസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിലിന് ഒരു ഡിഫ്ലക്ഷൻ വന്നു. ഓക്കെ, മാഗ്നറ്റിക് നീഡിലിന് ഡിഫ്ലക്ഷൻ വരണമെങ്കിൽ അവിടെ മാഗ്നറ്റ് ഉണ്ടാവണം. പക്ഷേ അവിടെ ഒരു മാഗ്നറ്റും ഉണ്ടായിരുന്നില്ല. മാഗ്നറ്റ് ഇല്ലാതെ തന്നെ മാഗ്നറ്റിക് നീഡിലിന് ഒരു ഡിഫ്ലക്ഷൻ വരുത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇവർ സ്വാഭാവികമായും ആലോചിച്ചു, ഈ AB എന്ന് പറയുന്ന വയറിലൂടെ ഫ്ലോ ചെയ്ത കറണ്ട് കൊണ്ടായിരിക്കുമോ ഈ ഡിഫ്ലക്ഷൻ? അത് അറിയുന്നതിന് വേണ്ടി റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ദേ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് കറണ്ട്. ദെൻ ദേ ഒബ്സർവ് ദാറ്റ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ നീഡിൽ ഓൾസോ ഈസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്. അതിൽ നിന്ന് ക്ലിയറാണ് ഈ കറണ്ട് തന്നെയാണ് നീഡിലിനെ ഡിഫ്ലക്റ്റ് ചെയ്യിച്ചത്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഈ എക്സ്പെരിമെൻറ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റായി ഒരു കറണ്ട് ഫ്ലോ ചെയ്യിച്ചു. അപ്പോൾ ഇവർ ഒബ്സർവ് ചെയ്തത് നേരത്തെ എങ്ങോട്ടാണോ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായും കണ്ടു. അപ്പോൾ ഇതിൽ നിന്നും ഉറപ്പാണ് കറണ്ട് ക്യാരി ചെയ്യുന്ന ഈ കണ്ടക്ടറാണ് മാഗ്നറ്റിക് നീഡിലിനെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നും ഈസ്റ്റഡ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. ആ കൺക്ലൂഷൻ ഇതാണ്: കറണ്ട്സ് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സറൗണ്ടിങ് സ്പേസ്. ഒരു കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിലെ ചാർജസ് മൂവ് ചെയ്യുന്നു എന്നാണ്. സോ വി ക്യാൻ സേ മൂവിങ് ചാർജസ് ഓർ കറണ്ട്സ് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സറൗണ്ടിങ് സ്പേസ്. അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്ററിന് ഈ പേര് വരുന്നത്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സ്പേസ് സറൗണ്ടിങ് ദ ചാർജ്. ആദ്യം നമുക്ക് എങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ആരോ ഉപയോഗിച്ചാണ്. ഇതിനെ നമുക്കൊരു ഫെതേർഡ് ടെയിൽ ആരോ എന്ന് പറയാം. അതിൻ്റെ ടെയിലിൽ ഫെതർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ സ്ക്രീനിൻ്റെ പ്ലെയിനിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കും. ഉള്ളിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ആരോയുടെ ടെയിൽ മാത്രമേ കാണൂ. ആ ടെയിലിരിക്കുന്ന ഫെതർ ഇതുപോലെ ഒരു ക്രോസ് മാർക്കായിട്ടാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് മാർക്ക് ഇട്ടിരുന്നാൽ അതിൻ്റെ അർത്ഥം ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ സ്ക്രീൻ എന്നാണ്. ഇനി വേറൊന്നുകൂടി ആലോചിക്കൂ.
This magnetic field is directed out of the plane of the screen. ഈ സ്ക്രീനിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് ഈ ആരോയുടെ ടിപ്പായിരിക്കില്ലേ? ആ ടിപ്പിനെ നമുക്കൊരു പോയിന്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരുന്നാൽ അതിൻ്റെ അർത്ഥം there is a magnetic field which is directed out of the plane of the screen എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സിമ്പലാണിത്. ക്രോസ് മാർക്ക് കണ്ടാൽ അല്ലെങ്കിൽ ഇൻറ്റു മാർക്ക് കണ്ടാൽ റിമെമ്പർ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡോട്ട് ഇറ്റ്സ് മീനിങ് ഈസ് there is a magnetic field which is directed out of the plane of the screen. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് മാർക്ക്ഡ് ആസ് E. A charge Q is placed in the field. You can see it in the figure. നമുക്കറിയാം this electric charge will experience a force and that force is given by the equation F electric equals Q into E. ഈ ഫോഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. This force will be either parallel or anti-parallel to the field. If the charge has a positive sign, the force on it will be in the direction of the field, parallel to the field. And if the charge is negative, the force acting on it is anti-parallel to the field. ഇനി ഇതിന് സിമിലറായി നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ചിന്തിക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ Q എന്ന ചാർജിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ ചാർജ് ഫിക്സ് ചെയ്തിരുന്നാൽ there will not be any force on the charge. ഈ ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യിച്ചുകൊണ്ട് ഇതിൽ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെരിമെൻ്റലി the force acting on the charge is given by the equation F magnetic equals Q into V cross B. സോ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ F ഇലക്ട്രിക് ഈക്വൽസ് Q ഇൻറ്റു E എന്ന് എഴുതിയതുപോലെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ എഴുതാം F മാഗ്നറ്റിക് ഈക്വൽസ് Q ഇൻറ്റു V ക്രോസ് B. ഞാൻ ഓരോ ടേംസും എന്താണെന്ന് പറയാം. നമുക്കറിയാം Q ഈസ് ദ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇൻ അവർ ഡിസ്കഷൻ വി അസ്യൂം ദാറ്റ് Q ഈസ് പോസിറ്റീവ്. V ഈസ് the velocity of the particle and B is intensity of magnetic field. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും force is a cross product of V and B. So the magnetic force is perpendicular to the plane containing V and B. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് ഓർക്കുക. ഈ ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ദിസ് ഫോഴ്സ് cannot do any work on the moving charge എന്നും അറിയുക. Now you think this particle is moving through a region where both electric and magnetic fields are present. If so, what will be the total force? Then total force is the sum of the force due to electric field and force due to magnetic field. So the total force is given by the equation F equals Q into E plus V cross B. And this force is given the name Lorentz force. നമുക്ക് ഈ ലോറൻസ് ഫോഴ്സിൻ്റെ മാഗ്നറ്റിക് പാർട്ട് മാത്രമായി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആ മാഗ്നറ്റിക് പാർട്ട് നോക്കൂ. ലോറൻസ് ഫോഴ്സിൻ്റെ മാഗ്നറ്റിക് പാർട്ട് എന്നത് F ഈക്വൽസ് Q ഇൻറ്റു V ക്രോസ് B എന്നാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഈസ് F ഈക്വൽ ടു BQV സൈൻ തീറ്റ. ഇതിൽ നിന്നും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും. ആദ്യത്തേത് ലെറ്റ് ദ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ്. ഇഫ് ദ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ് the force exerted by the magnetic field will be 0 because V is equal to 0. Now you assume the particle is travelling parallel or anti-parallel to the field. രണ്ട് കേസസും ഞാൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. In one case the particle travels either parallel or anti-parallel. In this case theta is equal to 0 or theta is equal to 180. In both the cases the force will become 0. That means the magnetic field cannot exert a force on the particle if it is at rest or it moves parallel or anti-parallel to the field. Now let's consider another situation. Let B and V are perpendicular. Then the angle between them theta will be 90. So sin theta is 1. The force becomes BQV and that is the maximum force. Using this equation F equal to BQV sin theta, we can define the SI unit of
മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് ടെസ്ലയാണ്. ക്യാപിറ്റൽ T ആണ് ടെസ്ലയുടെ സിമ്പൽ. നമുക്ക് ലോറൻസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ടെസ്ലയെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. In the figure, you see there is a magnetic field. A particle of charge 1 coulomb moves perpendicular to the field with a velocity of 1 meter per second. And it is perpendicular to the field direction. In that case, if the force acting on the particle is 1 Newton, you can say the intensity of magnetic field is 1 Tesla. So, intensity of magnetic field is said to be 1 Tesla if a charge of 1 coulomb moving perpendicular to the field with a velocity of 1 meter per second experiences a force of 1 Newton. Intensity of magnetic field in the SI unit Tesla ആണെങ്കിലും സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ടെസ്ല അല്ല, ബിക്കോസ് ടെസ്ല ഈസ് എ ഹ്യൂജ് യൂണിറ്റ്. ദ CGS യൂണിറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗോസ്. And you remember the relation 1 Gauss is equal to 10 raised to -4 Tesla. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു യൂണിറ്റാണ് ഗോസ്. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ ചെറിയൊരു ഡെറിവേഷൻ ചെയ്യുകയാണ്. നിങ്ങളും എന്നോടൊപ്പം അത് ഡിറൈവ് ചെയ്യണം. വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നു. ആ കണ്ടക്ടറിലേക്ക് മാഗ്നറ്റിക് ഫീൽഡിനൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഫോഴ്സ്. യു ലുക്ക് അറ്റ് ദ ഫിഗർ, യു ക്യാൻ സി എ കണ്ടക്ടർ. Let L is the length of the conductor and A is the area of cross section. Okay. What is the volume of the conductor? Volume equals A into L. Now I assume there are n charge carriers per unit volume. ഈ ചാർജ് കാരിയേഴ്സ് ഒക്കെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ നിങ്ങൾ കണ്ടതാണ്. n ചാർജ് കാരിയേഴ്സ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യൂ പെർ യൂണിറ്റ് വോളിയം. ഇഫ് സോ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്? Yes, it is AL into N. Usually charge carriers electrons ആയിരിക്കും. So let's assume E is the charge of an electron. So the total charge will be Q equals ALN into E. Now let's send a current of say I through the wire. Then the charge carriers will get a drift velocity. അല്ലേ, അറിയാവുന്നതല്ലേ ഇത്? V ആണ് ചാർജ് കാരിയേഴ്സിന് കിട്ടുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിചാരിക്കും. സോ വി ക്യാൻ ഗോ ഫോർ ദ ഇക്വേഷൻ ഫോർ ദ ഫോഴ്സ് ആക്ടിങ്. ഫോഴ്സ് F ഈക്വൽസ് Q ഇൻറ്റു V ക്രോസ് B. ക്യൂവിന് പകരം നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങളിവിടെ എന്നോടൊപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ക്യൂവിന് പകരം നമുക്ക് ആ വാല്യൂ കൊടുക്കാം. സോ F ഈക്വൽസ് ALNE ഇൻറ്റു V ക്രോസ് B. പക്ഷേ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇതുപോലൊരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? I ഈക്വൽസ് AVEN. അപ്പോൾ ഈ ഇക്വേഷനിൽ AVEN ഇത്രയും ടേംസ് മാറ്റിയിട്ട് പകരം ഞാൻ അവിടെ I എന്ന് എഴുതാൻ പോകുന്നു. സോ ദാറ്റ് ഇക്വേഷൻ ബിക്കംസ് F ഈക്വൽസ് IL ക്രോസ് B. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വെലോസിറ്റിയെ ഞാൻ റീപ്ലേസ് ചെയ്തത് കറണ്ട് ഉപയോഗിച്ചിട്ടാണ്. വെലോസിറ്റി ഒരു വെക്ടറാണ്, പക്ഷേ റീപ്ലേസ് ചെയ്ത കറണ്ട് സ്കെയിലറാണ്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി മുതൽ ഞാൻ അവിടെ L എന്ന ടേമിനെ വെക്ടറായിട്ട് അസ്യൂം ചെയ്യും. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ നിങ്ങൾ കണ്ടോ, F ഈസ് ഈക്വൽ ടു IL വെക്ടർ IL ക്രോസ് B എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ L ഈസ് ട്രീറ്റഡ് ആസ് എ വെക്ടർ ഇൻ ദ ഡിറക്ഷൻ ഓഫ് കറണ്ട്. ഇനി നമ്മൾ ILനെ ഒരു സിംഗിൾ ടേം ആയിട്ട് ഇമാജിൻ ചെയ്യും. അതിന് നമുക്ക് കറണ്ട് എലമെൻ്റ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് എ വെക്ടർ ഇൻ ദ ഡിറക്ഷൻ ഓഫ് കറണ്ട്. So what is the magnitude of this force? F equal BIL sin theta, where theta is the angle between length of the conductor in the direction of current and magnetic field. ഈ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഒരു ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസിയായി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വളരെ ഈസിയായി ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂളും യൂസ് ചെയ്യാം.
ഈ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ പറയുന്നത് യു സ്ട്രെച്ച് ദ 3 ഫിംഗേഴ്സ് ഓഫ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. 3 ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് തമ്പ്, ദിസ് ഈസ് forefinger and this is the central finger. ഞാനിതിനെ മിഡിൽ ഫിംഗറിനെ തൽക്കാലം സെൻട്രൽ ഫിംഗർ എന്ന് പറയുന്നു. സോ സ്ട്രെച്ച് ദി തമ്പ്, forefinger and central finger of the left hand in mutually perpendicular directions. If the central finger represents the direction of current, അങ്ങനെ ഓർക്കാൻ എളുപ്പമാണ്. Central finger points in the direction of current. Both start with C. Central finger ne ningal current in directional place cheya. Forefinger in the direction of field. Forefinger field, F, F. Then thumb will give you the direction of thrust or force. ഇതിനെയാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഈ റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുകയൊന്നും വേണ്ട, പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ അറിയണം. സ്ക്രീനിൽ കാണുന്ന ഫിഗറിലേക്ക് നോക്കൂ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ ആൻഡ് എ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ്. ദാറ്റ് കണ്ടക്ടർ ക്യാരീസ് എ കറണ്ട് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആക്ടിങ്? ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾ ആ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഫോർ ഫിംഗറിനെ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യൂ. സി, forefinger in the direction of the field, then central finger in the direction of current, means like this I have to place. Now you see the thumb is directed towards left, so the force acting on this conductor is towards left. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. What is the magnitude of magnetic force per unit length on a wire carrying a current of 8 ampere and making an angle of 30 degree with the direction of a uniform magnetic field of 0.15 Tesla? എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയല്ലോ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ ക്വസ്റ്റ്യൻ. What is the magnitude of the magnetic force per unit length? അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, മീൻസ് എൽ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. ഓക്കെ, എഴുതി വയ്ക്കൂ. എൽ ഈക്വൽ ടു 1 മീറ്റർ ആൻഡ് ഇറ്റ് ഈസ് ക്യാരിയിങ് എ കറണ്ട് ഓഫ് 8 ആംപിയർ. ഓക്കെ, ഐ ഈക്വൽസ് 8 ആംപിയർ. മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. എഴുതൂ, തീറ്റ ഈക്വൽസ് 30 ഡിഗ്രി. Magnetic field is 0.15 Tesla. So B equals 0.15 Tesla. We have to calculate the magnetic force, and magnetic force is given by the equation F equals BIL sin theta. എല്ലാ വാല്യൂസും ഇവിടെ തന്നിട്ടുണ്ട്. യു ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ. ചെയ്തോളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. And the correct answer is F equals 0.6 Newton. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ പുതിയ ഒരു പാർട്ട് കൂടി ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ്. ത്രൂ ഔട്ട് അവർ ഡിസ്കഷൻ വി അസ്യൂം ദാറ്റ് ദ പാർട്ടിക്കിൾ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അത് ആദ്യമേ ഓർത്തു വയ്ക്കുക. യു സീ ദ ഫിഗർ, യു ക്യാൻ സീ എ മാഗ്നറ്റിക് ഫീൽഡ്, എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. Let the strength of the magnetic field is B, and that magnetic field is directed into the plane of the screen. And this is a positively charged particle, and this particle enters the field perpendicular to the field direction. That means the velocity vector is perpendicular to the field. Left hand rule ഉപയോഗിച്ച് ഈ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഒന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ. ഒന്ന് ചെയ്തു നോക്കൂ എല്ലാവരും. ഫോർ ഫിംഗർ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യും. ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ, സോ യു ക്യാൻ കീപ് ദ ഫോർ ഫിംഗർ ലൈക്ക് ദിസ്. സെൻട്രൽ ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയായിരിക്കും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. സോ കറണ്ടും വെലോസിറ്റിയും സെയിം ഡയറക്ഷനിലാണ്. സോ ഫോർ ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്, central finger in the direction of current. Then you can see the thumb is directed upward. That means the particle will experience an upward force.
Due to this upward force, the particle will travel along a curved path like this and it will reach this particular point. ഈ പോയിന്റിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചെക്ക് ചെയ്തേ. ഇതേ ലെഫ്റ്റ് ഹാൻഡ് റൂൾ തന്നെ ഉപയോഗിക്കൂ. യു ക്യാൻ സീ ദ ഫോഴ്സ് ഈസ് ഡയറക്റ്റഡ് എലോങ് ദിസ് ഡയറക്ഷൻ. ഇങ്ങനെ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ട് പാർട്ടിക്കിൾ വീണ്ടും ഒരു കർവ്ഡ് പാത്തിലൂടെ ട്രാവൽ ചെയ്ത് ദേ ഈ പുതിയ പൊസിഷനിലേക്ക് എത്തും. ഇവിടുത്തെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കി. ദ ഫോഴ്സ് ഈസ് ഡയറക്റ്റഡ് ഇൻ ദിസ് വേ. That means the particle travels in a circular path. So that is our conclusion. If a charged particle enters a uniform magnetic field perpendicular to the field direction, it will travel along a circular path. ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്ന എഫ് മാഗ്നറ്റിക് ഈക്വൽസ് ബി ക്യു വി സൈൻ തീറ്റ എന്ന ഫോഴ്സാണ് ഈ സർക്കുലർ പാത്തിൽ പാർട്ടിക്കിളിനെ ട്രാവൽ ചെയ്യിക്കുന്നത്. ഇവിടെ തീറ്റ 90 ആണ്. So F magnetic will be BQV. This BQV is providing the centripetal force for circular motion. So we can write mv square by r equals BQV. ഒന്ന് സിംപ്ലിഫൈ ചെയ്യൂ. V ക്യാൻസൽ ചെയ്യൂ. ബാക്കി എന്താ കിട്ടുന്നതെന്ന് നോക്കാം. R equals mv divided by BQ. This is the radius of the circular path. ഈ ഇക്വേഷനിൽ നിന്ന് ചില കൺക്ലൂഷൻസ് നമുക്ക് കിട്ടും. The first one, heavier the particle, greater the radius. അല്ലേ? R is directly proportional to m. Second one, faster the particle, greater the radius, because R is proportional to V. Third one, stronger the field, smaller the radius, because R is inversely proportional to B. നമുക്കറിയാം പാർട്ടിക്കിളിൻ്റെ ടൈം പീരീഡ് എന്നത് ഒരു സർക്കുലർ പാത്ത് റിവോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈമാണ്. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ ടൈം പീരീഡ്. Time period t equals 2 pi r divided by v, or t equals 2 pi by v into, instead of r we can put its value mv divided by bq. So you will get t equals 2 pi m divided by bq. ഈ റിസൾട്ടിന് നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് നോക്കിയേ, ടൈം പീരീഡ് ടി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആർ ആൻഡ് വി. അപ്പോൾ ഏത് വെലോസിറ്റിയിൽ ഏത് സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്താലും ഒരു സർക്കുലർ പാത്ത് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം ഈക്വൽ ആയിരിക്കും. അത് നമുക്കറിയാം. അതിൻ്റെ കാരണം ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു വി എന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് പാർട്ടിക്കിളിൻ്റെ ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യിച്ചൂടെ? ഇപ്പോൾ നമുക്ക് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ കിട്ടി. ടി ഈക്വൽസ് 2 pi m divided by bq. And you know the frequency is the reciprocal of time period. So frequency is bq divided by 2 pi m. And this frequency is called cyclotron frequency. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. An electron is projected with a velocity of 4.8 into 10 raised to 6 meter per second at right angles to a magnetic field of 6.5 Gauss. Calculate the radius of the circular path described by the electron and frequency of revolution. Given charge of electron equals 1.6 into 10 raised to minus 19 coulomb. Mass of electron equals 9.11 into 10 raised to minus 31 kilogram. കഴിഞ്ഞില്ലേ? വരൂ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരൂ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. An electron is projected with a velocity. Velocity value is given, right? V equals 4.8 into 10 raised to 6 meter per second. At right angles, theta equals 90. To a magnetic field of 6.5 Gauss. So B equals 6.5 Gauss. ടെസ്ലയിലേക്ക് കൺവേർട്ട് ചെയ്യണം. So B equals 6.5 into 10 raised to minus 4 Tesla. Mass of the electron and charge of the electron അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. You have to calculate the radius of the circular path. R equals mv divided by bq. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. On calculation, you will get the answer as R equals 0.042 meter. ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടതാണ്. സൈക്ലോട്രോൺ ഫ്രീക്വൻസി F equals BQ divided by 2 pi m.
ഈ ഇക്വേഷനിലേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്ട്ലി യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. അതുകൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് ലോറൻസ് ഫോഴ്സും മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന പാർട്ടുമാണ്. ഈ മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ഫീൽഡിന് പെർപെൻഡിക്കുലറായി എൻ്റർ ചെയ്യുന്ന കേസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ അല്ലാതെ ഒരു പാർട്ടിക്കിൾ എൻ്റർ ചെയ്താലോ? ദാറ്റ് മീൻസ് തീറ്റ ഈസ് നോട്ട് ഈക്വൽ ടു 90 ആൻഡ് തീറ്റ ഈസ് നോട്ട് ഈക്വൽ ടു 0. അതിനിടയിലുള്ളൊരു ആംഗിൾ എൻ്റർ ചെയ്താലോ? അപ്പോൾ ഇതിൻ്റെ പാത്ത് ഒരു ഹെലിക്കൽ പാത്തായിരിക്കും. ആ ഹെലിക്സിൻ്റെ പിച്ച് എന്താണ്, ടൈം പീരീഡ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒരു ബ്രീഫ് നോട്ടായി എഴുതി വയ്ക്കുക. അതിനോടൊപ്പം ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ ക്വസ്റ്റ്യനും കൂടി സോൾവ് ചെയ്തിട്ട് ഒരു അസൈൻമെൻറ്റായി നിങ്ങളുടെ സ്കൂളിൽ കൺസേൺ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പ്രോബ്ലം കൂടി എഴുതൂ. എ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ കണ്ടക്റ്റിംഗ് റോഡ് ഓഫ് ലെങ്ത് 0.45 meter and mass 60 gram is suspended by 2 vertical wires at its ends. A current of 5 ampere is set up in the rod through the wires. First question, what magnetic field should be set up normal to the conductor in order that tension in the wires is 0? Second question, what will be the total tension in the wires if the direction of current is reversed, keeping the magnetic field same as before? You ignore the mass of the wires and take G equals 9.8 meter per second square. ഈ ചാപ്റ്ററിലെ പുതിയൊരു കോൺസെപ്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.